ചിരിക്കണ്ട, ഞാനല്ലേ തിന്നുന്നത്, ഞാൻ സഹിച്ചോളാം. എനിക്ക് ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ? എനിക്ക് തോന്നുമ്പോ ചിരിക്കും, തോന്നുമ്പോ കരയും. എന്റെ സ്വഭാവം അങ്ങനെ. വെറുതെ ചിരിക്കുന്നവർക്കും കരയുന്നവർക്കും മുറി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഉളമ്പാറ ബ്രാൻഡ് ആശുപത്രി. ഓ, വിറ്റടിച്ചതായിരിക്കും. ഭർത്താവ് ചമഞ്ഞാ മതി, ഹരിക്കാൻ വരണ്ട. ഇവിടെ ആരും ഇല്ലേ? ഇത്ര നേരമായിട്ട് ഉറക്കം എണീറ്റില്ലേ? അതിന് വല്ല അമ്പലത്തിലോ മറ്റോ പോയതാണോ? ചേടാ, രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളപ്പണിയായിരിക്കും. ദോശ ഞാൻ ഒരുപാട് നാളായി ദോശ തന്നിട്ടുണ്ട്. നമുക്കൊരു മുമ്പർത്താത്തി ഉണ്ടല്ലോ, എന്നും ഇഡ്ഡലി. ആ, സ്വാമി ദോശ ഇടണം. എന്റെ ഭാര്യ ഒന്നാം തരം ദോശ ഇടും. വേണ്ടെന്നേ, നിങ്ങൾക്കുള്ളതല്ലേ കാണൂ. അല്ല, മാവ് ഇതാ വേറെ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഇഷ്ടം പോലെ. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല. ആയിക്കോട്ടെ. അതുകൂടെ കൊടുത്തേക്ക്, നമ്മുടെ സ്വാമിയല്ലേ. മാവ് വേറെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ധാരാളം. ചമ്മന്തി ഇല്ലേ? ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതാ എനിക്കിഷ്ടം. ആ, 2 കൊണ്ടുപോയി നമ്മുടെ പുമ്പർത്തോത്തിക്കും കൊടുക്കാം. ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവളൊന്ന് അറിയട്ടെ. കീറി പറഞ്ഞതാണെങ്കിൽ എന്താ, തിന്നാ പോരെ. നല്ല ചൂട്. ഇതിന് പകരം ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ. അവതാളം പഠിക്കാനാ അറിയാൻ മേലെ ചെയ്യാൻ പോരുന്നു. ഇതിലെന്തോ അറിയാതിരിക്കുന്നു. സാറ് താളം അടിക്കുന്നില്ലേ? അങ്ങനെയല്ല, ശ്രുതിമാത ലയപ്പിത, ശ്രുതി അമ്മ താളം അച്ഛൻ. അവതാളം അടിക്കുന്നവൻ തന്തയില്ലാത്തവൻ അർത്ഥം. ഇപ്പൊ സാറ് പറഞ്ഞിട്ടാണോ ഞാൻ അറിയാൻ? സാർ അവിടെ ആരെ കാണണം? അയ്യോ അമ്മച്ചിയോ, ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖവും ഇല്ലായിരുന്നല്ലോ. അമ്മച്ചി, അമ്മച്ചി നന്നായിരിക്കുന്നല്ലേ? ആരാണാവോ, മനസ്സിലായില്ല. അയ്യോ അമ്മച്ചി, ഞാൻ തന്നെയാ, മംഗളത്തെ രേവതി അമ്മ. സമാധാനായി, പേരെങ്കിലും മാറ്റിയില്ല. എന്തൊരു കോലാടോ ഇത്. എന്താ ഒരു കുഴപ്പം? അറിയാഞ്ഞിട്ട് ചോദിക്കാ, എന്താ ഭാവം? ഇവിടെയൊക്കെ എല്ലാരും ഇങ്ങനെയാ. ആ, പിന്നെ ഞാൻ ക്ലബിലെ മെമ്പറായി. എന്തോന്ന് ക്ലബ്? വിമൻസ് ക്ലബ്. താമസിക്കാതെ അവിടുത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം. ഇത് സിറ്റിയാണ്. എത്ര പണം ഉണ്ടെങ്കിലും ഗമയില്ലെങ്കിലേ ആരും വകവയ്ക്കില്ല. എന്നെ കൊണ്ട് ഇട്ടൊക്കെ പറ്റൂ, അല്ലാണ്ട് ഈ കോപ്രാണ്ടി വേഷമൊന്നും കേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല. ആ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മച്ചി എന്നൊരു ചൊല്ലുണ്ടേ. എടാ മണിയടിക്കാടാ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നും ഒരു ചൊല്ലുണ്ട്. ഉണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. സാറ് പറഞ്ഞ ശരിയാ. എനിക്ക് സമയമില്ല, ഡാൻസ് ക്ലാസ്സിൽ പോണം. ഡാൻസ് ക്ലാസ്സോ? ഈ പ്രായത്തിലോ? ഏയ്, ഇത് വേറെ ഡാൻസ്. ബെസ്റ്റ്. ഇതാണ് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡാൻസ്. ബെസ്റ്റ്. ഇത് അറിയുന്നിടത്തൊരു ഫാഷനാണ്. അപ്പൊ അരങ്ങേറ്റം കെട്ടിയോടെ നെഞ്ചത്തായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നന്നാവണം നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ചെലപ്പാ ഇതൊക്കെ കൊണ്ടൊന്ന് മുകളിൽ വെക്ക്. കല്യാണി, നമുക്ക് പോവാം. കണ്ടില്ലേ, പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം കണ്ടില്ലേ? ഈ ഇനത്തിൽപ്പെട്ട ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്. ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യം ഓടിക്കൊണ്ടിരിക്കുമ്പോ നിക്ക. പഴയതിന് ഒരു കുഴപ്പമില്ലായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണം. താൻ പോലും പുതുതായി, പിന്നെ ആ റിക്കാർഡ് പ്ലെയർ. ഇക്കണക്കിന് പുതിയ ഒരെണ്ണത്തിനെ കാണുമ്പോ പഴയതെന്ന് പറഞ്ഞ് എന്നെയും കളയുമല്ലോ. വേണ്ടി വന്നാ കളയും. കളഞ്ഞോ? എനിക്കും വേറെ ആളെ നോക്കാൻ അറിയാം. ഞാൻ 2 പ്രസവിച്ചെങ്കിലും നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളുടെ മോളാണെന്ന്. ഞാൻ തന്റെ അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം.
കളിയാക്കൊന്നും വേണ്ട. പുതിയ ഒരെണ്ണത്തിനെ കൊണ്ടുവരുമ്പോ അറിയാം. ദേ ഈ റെക്കോർഡ് പ്ലെയർ പോലെ ഇരിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോ ഡിം. ഇതങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഇത് വാങ്ങിച്ച കടല നമ്പർ എത്രയാ? ഗുഡ് മോർണിംഗ് ഡാഫഡിൽസ്. ആ വെരി ബാഡ് ഗുഡ് മോർണിംഗ്. രാവുണ്ണി മേനോൻ ഹിയർ. എന്താ സാർ? താൻ ഇന്നലെ ഒരു ക്ലാപ്പ് ഇവിടെ കൊണ്ട് വെച്ചില്ലേ? അത് കാണാനോ അതോ പാടാനോ? ഏയ്, ഇവിടെ വന്നപ്പോ തൊട്ട് അതിനോരോ അസുഖങ്ങളാ. ഒന്നുകിൽ തലവേദന, അല്ലെങ്കിൽ വയറ്റിളക്കം. ഓ ക്ഷമിക്കണം. ഏയ്, താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോണ്ട് പോകണം. ഇതിന് പുതിയതൊന്ന് ഇവിടെ കൊണ്ട് വെക്കണം. അല്ലെങ്കിൽ ആ കാശ് തന്നോളൂ. ഓക്കെ സാർ, ഞാൻ ഇപ്പോൾ വരാം. മാറ്റിത്തരാം. ഓക്കെ ഓക്കെ സാർ. എന്താ? ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. അമ്മയെ കണ്ടാല് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു. ഇതാ എന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ജോലിയൊന്നും ഒഴിവില്ല. പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരും. അയ്യോ അങ്ങനെ പറയരുത്. ഞാൻ അല്പം തിരക്കിലാണ്. പിന്നെ വരൂ. ഇവിടെ ഇരിക്കാം. തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. രാമുണ്ണി മേനോന്റെ മകളായിരിക്കും. റെക്കോർഡ് പ്ലെയർ എവിടെ ഇരിക്കുന്നത്? ആ അകത്ത് കാണും. ഓ വലിയ പണക്കാരന്റെ മോളെന്ന് തണ്ടായിരിക്കും. ആ ഇവിടെ ഇവിടെ ഇവിടെ. ഗോപാലകൃഷ്ണൻ, ഡാഫോഡിൽ ഇലക്ട്രിക്കൽസ്. ആ ഇതായിരിക്കണം. അത് വേഗം നിർത്തോട്ട് പോവാ. ഞാൻ നോക്കാം. നോക്കണ്ട, അത് ചത്തു. അല്ല ചിലപ്പോഴേ ചില മൈനർ കംപ്ലൈന്റ്സ് ആയിരിക്കും. അടുത്ത ആഴ്ച പുതിയ കൺസൈൻമെന്റ് വരുമ്പം ഞാൻ മാറ്റിത്തരാം. താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്തോളുക. അത് വേഗം ഇവിടെ എടുത്തോട്ട് പോകണം. ഞാൻ എന്റെ പഴയത് ഉപയോഗിച്ചോളാം. അത് നീ എന്റെ കൺമുമ്പിൽ കാണരുത്. അല്ല ഞാൻ നോക്കട്ടെ. ആ എടുക്ക. ചേട്ടാ നോക്കാതെ ഇങ്ങനെ കുഴപ്പമാണ്. ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. അല്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യാം. പുതിയത് കിട്ടില്ല വിരോധമില്ല. ആ പണം എങ്കിൽ ഇതാണ് പട്ടണത്തിലുള്ളവരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറയുന്നത്. ഒക്കെ കളിപ്പാ. നമസ്തേ. നമസ്കാരം. എന്താ? ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ഇവിടുത്തെ അമ്മയെ കണ്ടാല് ഒരു ജോലി കിട്ടുമെന്ന് കേട്ടു. കൊച്ചിനോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അതറിയാം. പക്ഷെ സാറ് വിചാരിച്ചാല്. എന്താ അത്? എന്റെ സർട്ടിഫിക്കറ്റ്സ്. ബിഎക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ? മിടുക്കിയാണല്ലോ. അപ്പൊ എന്തൊക്കെ ജോലി അറിയാം? എന്ത് ജോലിയും ചെയ്യാം. ഇവിടെ ഇപ്പോ ജോലി എന്ന് പറയാൻ ഇപ്പൊ അങ്ങനെ ഇവിടെ പറ്റിയ നോക്കാത്ത ഒരാളെ ആവശ്യമുണ്ട്. BA പാസ്സായ ഒരാളെ ആവശ്യമില്ലല്ലോ. അപ്പോ വേറൊരു ജോലി എന്ന് പറയാൻ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഇവിടെ ഒഴിവൊന്നുമില്ലെന്ന്. കുട്ടി പൊയ്ക്കോളൂ. സാറ് പറഞ്ഞു. ആ സാർ അങ്ങനെ പലതും പറയും. അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൊയ്ക്കോളൂന്ന്. ദാ ആ കുട്ടി പൊയ്ക്കോളൂ. വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുക?
എവിടുത്തെ മര്യാദയാണോ ഇത്? എനിക്ക് അത്രേ മര്യാദയുള്ളൂ. പാവം കുട്ടി. അത്ര പാവമാണെങ്കിലേ പാതി സ്വത്ത് എഴുതിയും കൊടുക്ക്. ആ ചിലപ്പോ കൊടുത്തുനിരിക്കും. എനിക്കറിയാം കൊടുക്കുമെന്ന്. നിങ്ങളുടെ മനസ്സിരിപ്പ് നല്ലവണ്ണം എനിക്കറിയാം. ഞാനേ ശങ്കരമംഗലത്തെ പെണ്ണ. 3 കുട്ടിയാനപ്പുറത്ത് നിറച്ച് സ്വർണ്ണവും പണമായിട്ടാ ഞാനിവിടെ വന്നത്. എന്റെ വീട്ടില് ഇപ്പോഴും ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായ തീർന്നില്ലേ കഥ? നമ്മൾ സന്മനസ്സുകൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ? എക്സ്ക്യൂസ് മീ. മുതലാളി ഒന്ന് കാണണം. അകത്തുണ്ട്. താങ്ക് യു. May I come in, sir? Yes, come in. അതെ, ഇതാരാ? ഇരിക്കൂ, ചില ഈ റെക്കോർഡ് പ്ലെയറിന്റെ കാര്യത്തിനല്ലേ? കൊടുത്തയക്കാം ഉടനെ. അതല്ല, ഞാനൊരു ജോലി അന്വേഷിച്ചു വന്നതാണ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മക്ക് ജോലിയോ? സാറിന് തെറ്റിപ്പോയി. ഇല്ല, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ. വീട്ടിൽ എത്ര പണം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന രസമല്ലേ? വെരി ഗുഡ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി. പിന്നെ എനിക്കൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അത് മതി. See, only if you don't mind. It's all right. ഒരു ജോലി വേണമെന്നേ ഉള്ളൂ. എന്താ പേര്? രേവതി. ഓ, അച്ഛൻ മകളുടെ പേരില എല്ലാ ബിസിനസ് നടത്തുന്നല്ലേ? രേവതി ടൈൽസ്, രേവതി ഫുഡ്സ്, രേവതി മിൽസ്, എല്ലാം പേരിലല്ലേ? എനിക്ക് പേരിഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഈ സാറ് വിളി നിർത്തി എന്റെ പേര് വിളിച്ചാൽ മതി. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം. ഒന്നും പറയണ്ട, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ? See, you can be on your seat from today. Thank you. It's my pleasure. കളിക്ക നോക്കിടാ. ഇത് നമ്മുടെ പുതിയ പട്ടിയാ. എങ്ങോട്ടാ ഈ പന്നിയെ കൊണ്ട്? പന്നിയൊന്നുമല്ല, പട്ടിയാ. കണ്ണുണ്ടൂടെ? ഞാൻ പട്ടിയോടാ ചോദിച്ചത്. ഭാര്യയാണെന്ന് പറഞ്ഞ് എന്തും പറയാനൊന്നും വിചാരിക്കണ്ട. അത് ശരി. ഈ പട്ടി ഉൾപ്പെടെ പലരുടെയും ധാരണ താൻ എന്റെ ഭർത്താവും ഞാൻ തന്റെ ഭാര്യയാണ്. കേട്ടോടാ, ഞാനാ ഭർത്താവ്. ഇവരുടെ പെരുമാറ്റം കേട്ട് തെറ്റിദ്ധരിക്കണ്ട. കിണിക്കൊന്നും വേണ്ട, അവനോട് ജോലി നോക്കിയാൽ മതി. വലിയ തമാശ കേട്ടതുപോലെ. കണക്കെട്ടി പെട്ടി. എന്താ ചെല്ലപ്പാ ഒരു ചിരി? തേങ്ങ. ഹരി വന്നില്ലല്ലേ? ഇല്ല, ബോംബെയിൽ ഒരാഴ്ചത്തെ കൂടെ പണിയുണ്ട്. ഞാൻ മേനോദയത്തുനിന്ന് കാണാൻ വന്നതാ. അദ്ദേഹം ഇല്ലേ? അദ്ദേഹം പുറത്തു പോയിരിക്കാ. ഓ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ വേണ്ട, അദ്ദേഹം ഗുരുവായൂർ ശബരിമല അല്ല ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാ. അയ്യോ, അങ്ങനെയാ? അപ്പോ ഇന്നിന് വരില്ല? നാളെ വരൂ. എന്നല്ലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? ഓ, പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ? കിളവന് തുപ്പാങ്ങേണ്ട ഒരു സമയം. ബാക്കിയുള്ളവനെ തൊലച്ചിട്ടേ ഇയാൾ ഈ ലോകം വിടുകൊള്ളായിരിക്കും. ചെലപ്പാ നീ ഓടിക്കോ, ഇവിടെ നിന്നാ നിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല. കാര്യം പറ. നിനക്ക് അച്ഛനുണ്ട്, സംഭവിച്ചു. ഇപ്പൊ എന്താ പ്രശ്നം? മരിച്ചു. ഇപ്പൊ ആള് വന്നിരുന്നു. എനിക്ക് മുതലാളി 1000 രൂപ തരണം, ഞാൻ ജോലി ചെയ്ത് തീർത്തോളാം. നീ വിഷമിക്കാതെ. നീ ഒരു മോനിലേ ഉള്ളൂ.
അപ്പൊ വേഗം ചെല്ലുക, ഇല്ലേ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും. ഞാൻ പോയാലും കുഴപ്പമാകാനുള്ളതെല്ലാം കുഴപ്പമോ. രൂപ ഞാൻ തരാം. 1000 രൂപ. എടാ കഴുതയുടെ മോനെ, ഇങ്ങനെ കച്ചവടം നടത്തിയാൽ മഹാഭാവം കിട്ടൂടാ. ഒരല്പം ഭാവം കിട്ടാത്ത ജീവിതം എന്ത് ജീവിതം ആശാനെ. മന്ത്രിസഭ മാറുന്നതിനേക്കാൾ സ്പീഡില സാധനങ്ങളുടെ വില വരുന്നത്. എന്നാൽ അതനുസരിച്ച് പശുവിന്റെ പാല് വിടുവോ? അതുമില്ല. ജീവിക്കാൻ പിന്നെ എന്ത് ചെയ്യും? അത് പോട്ടെ, ആശാൻ പറഞ്ഞത് എന്താ? പ്രേമമല്ലേ? നീ എങ്ങനെ പച്ചയ്ക്ക് ചോദിക്കാതെ എനിക്കൊരു ഇത്. ഏത്? ഞാൻ ഏറ്റു. പിന്നെ കമ്മീഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല. ഓക്കെ. പുള്ളിക്കാരത്തേക്ക് ജോലിയൊക്കെ കിട്ടിയാൽ ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? ഇതാണ് കാര്യം പറയാൻ കറക്റ്റ് സമയം. നാളെ കാര്യം പറയുന്നു, സമ്മതം മേടിക്കുന്നു, പിന്നെ കല്യാണം. ചേച്ചി ഒന്ന് നില്ല്. ജോലി കിട്ടിന്ന് കേട്ടു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം തന്നാ കമ്മീഷൻ തരണം. എന്താണെന്ന് പറയൂ. ഒരു ജോലിയായി താമസിക്കാൻ ഒരു വീടുണ്ട്. ഒരു പെണ്ണിന് ഇനി എന്താ വേണ്ടത്? എന്താ? ഒരു ചെറുക്കൻ അല്ലേ? ഓ അതെ അതെ, ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. നീ തന്നെ ആയിരിക്കും. ഓ അതിനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ലേ? വേറെ ആരാ? ഏതായാലും ആശാനും ചേച്ചിയും ഭാര്യ ഭർത്താവായി താമസിക്കുന്നുണ്ട്. എന്നാ പിന്നെ അവന് നടത്തിക്കൂടെ? ഛീ, എനിക്ക് കല്യാണാലേക്ക് നീ ആരടാ? കമ്മീഷൻ കിട്ടുമെന്ന് കരുതിയാ. അയ്യോ തരാടാ. അതെ, നമ്മുടെ പേരും നാളൊക്കെ ഒന്നാണേ. അതുകൊണ്ട് പറയാ, തെറ്റിദ്ധരിക്കരുത്. ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചേരണേ. രാമുണ്ണി മേനോന്റെ ഏക മോള, അടിച്ചാൽ ലോട്ടറിയാ. ഹോട്ടൽ പങ്കജിലേക്കുള്ള ഓർഡറാണ് 50 T6ന്. ആ ഈ ഫയല് വെച്ചേക്കൂ, നാളെ നോക്കാം. അയ്യോ മണി 5 ആയി. നോക്കുക, രേവതി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അധികം ദൂരമൊന്നുമില്ലല്ലോ. അയ്യോ അത് പറ്റില്ല. ഒന്നാമത് രേവതിക്ക് ഇവിടെ ജോലി എന്ന് തന്നെ തെറ്റാണ്. പിന്നെ നടന്നു പോകാൻ അനുവദിക്കുന്ന അതിലും വലിയ തെറ്റാണ്. Come on, I'll drop you. No, 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 come. Okay, see you. See you. Bye. 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 Bye bye. 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 പറ്റുള്ളൂ. രേവതി പോയിട്ട് ഞാൻ പോന്നുള്ളൂ. അതെന്താ? അത്രയും നേരം കൂടെ കണ്ടോണ്ടിരിക്കാമല്ലോ. Bye. Bye. Bye.
എന്താ ഇടിയും മിന്നലും പേടിയാ? എനിക്കാരെയും പേടിയില്ല. എന്റെ മുറി ചോരുന്നു. കൂടുതൽ കിന്നാരൊന്നും ചോദിക്കണ്ട. ഞാൻ കിടക്കാൻ പോന്നു. ഹലോ രേവതി, ഒറ്റയ്ക്ക് ഇവിടെ? ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്തു വെച്ച് നിൽക്കുക. ആർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു. ആരെയും കാണാനില്ല. ഷോ തുടങ്ങാറായി. അല്ല, ഞാൻ വരൂ, ചെല്ലണം. വരൂ പ്ലീസ്. ഹലോ, പടം ദേ അവിടാണ്, ഇവിടെ അല്ല. അറിയാം, പെണ്ണുങ്ങടെ മേത്തോടായിരുന്നു ഇവിടെ. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇതെന്റെ സഹോദരിയാണ്. ഓ, അങ്ങനെയാണെങ്കിലേ ഇത് എന്റെ ഭാര്യയാണ്. അയ്യാ, കണ്ടാലും തോന്നും. ഒരു കുരങ്ങനെ കൂടെ കൊണ്ടുവരുന്നത്, ബാക്കിയെല്ലാം കയ്യിലുണ്ടല്ലോ. തറ ടിക്കറ്റ് പാർട്ടിയൊക്കെ ബാൽക്കണി കയറി വന്ന ഇങ്ങനെ തോന്നും. തന്റെ ഉപദേശം എനിക്ക് വേണ്ട. അല്ല, ഉപദേശിച്ചാ താൻ എന്തോ ചെയ്യും? പോയി താഴെ എങ്ങനെ ഇരടാ. പിന്നെ അയ്യാ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ? താൻ പോവാ. കെട്ടി ഇറങ്ങി പോടാന്നാ. വെളി ഇറങ്ങട്ടേട്ടാ, കാണിച്ചു തരാം. തനിച്ചിരുന്ന് കണ്ടോ? വേണ്ട, അവിടെ ഇരുന്ന് മുഴിക്കാൻ കണ്ടിട്ട് പോയാൽ മതി. നീ പിച്ചാത്തി വാങ്ങിച്ചോണ്ട് വരുന്നില്ലയോ? അബദ്ധം കാണിക്കുന്നു. ഇനി ഞാൻ അവനെ അവളുടെ കൂടെ കണ്ടാൽ ആ നിമിഷം കുത്തി മലത്തും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. ആശാൻ അടങ്ങ. നീ വാങ്ങിച്ചോണ്ടില്ലെങ്കിൽ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. പോടാ. ഇത് വല്ലതും നടക്കുന്ന ലക്ഷണമാ. നടക്കും എന്ന കാര്യം 3.5 തരവാ. ഇനി അവൻ രേവതിയെ ഉപദ്രവിക്കാൻ വന്നാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും. ഗോപാലകൃഷ്ണൻ പെശകാണ്, അവൻ അറിഞ്ഞുകൂടാ. എന്റെ കണ്ണി കണ്ണ അവന്റെ കഷ്ടകാലമാണ്. സാരില്ല, അത്ര കാര്യൊക്കെ ഗോപു. രേവതി അത് പറയരുത്. രേവതിയെ വേറിട്ട് നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. ഞാൻ അവരെ കൊല്ലും. സൊള്ളലായിരിക്കും. ഇത് പിടിച്ചേ. നീ ആരാടാ പുല്ല് അത് അന്വേഷിക്കാൻ? അന്വേഷിച്ച നീ എന്തോ ചെയ്യണം? നിന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. പിന്നെ ദേഹത്ത് തൊട്ട് നോക്ക്. തൊട്ടാ എന്താ ചെയ്യടാ? തൊട്ട് നോക്ക്. നീ തൊട. ആദ്യം നീ തൊട. ചൊറയണ്ട തൊടാ. തൊട്ടു. ആഴ്ചന്റെ ദേഹത്ത് തൊടുമ്പോ അറിയാം. ചോളയാണേ തൊറ. നീ എന്തോ ചെയ്യും? രണ്ടുപേർക്കും വാചകമേ ഉള്ളൂ, തല്ലാൻ പേടിയാ. തൊട്ടോക്കടാ. എന്റെ ഒരു ഹാർമോൺ, എന്റെ ഹാർമോണിയം തൊട്ട് അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ തൊടും. അടിച്ച് വരൂ ഗോപു, എന്റെ ഇഷ്ടം പോലെ വരാനല്ലേ പറഞ്ഞത്? വരൂ. വെറുതെ വഴക്കുണ്ടാക്കണ്ട, വരാനല്ലേ പറഞ്ഞത്? രേവതി പറഞ്ഞോണ്ട് എന്ത് ചെയ്തു ഗോപു? വെറുതെ. രേവതിക്ക് അറിഞ്ഞൂടാ. എങ്ങോട്ടാ? ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാ. എന്നിട്ടാണോ കൈയും വീശി പോകുന്നത്? വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോണം. ആ വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളാൻ. ദേ, ഇതേ പാടവും പുഴക്കടവും ഒന്നുമല്ല,
സിറ്റിയാണ്. ഇവിടെ നടക്കുന്നതിനെ ഒരു സ്റ്റൈലൊക്കെ വേണം. എവിടെയാ കുന്ത്രാണ്ടം? അവിടെ എങ്ങാനും കാണും. ആവശ്യമുള്ളവരെ അന്വേഷിച്ചെടുത്തോണം. See you. See you, Gobu. Bye. അറിഞ്ഞിട്ട് ബാക്കി കാര്യം. മടി. ഇത്രയും നാളും ഇതാണ് അവിടെ നടന്നതല്ലേ? എന്റെ കൺമുമ്പിൽ വെച്ച് മറ്റൊരു പെണ്ണുമായി എന്താ കാര്യം? ഇവിടെ എന്താ ഉണ്ടായേ? പോലെ എന്റെ അമ്മേ, എന്ത് ചങ്കൂറ്റം നിങ്ങൾക്ക്! ഇത്രയും വലിയ വൃത്തികേടും കാണിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നാളല്ല മനുഷ്യൻ നിങ്ങൾക്ക്. കാര്യം പറ. എന്റെ വായിൽ എന്നെ പച്ചയ്ക്ക് കേൾക്കണല്ലേ നിങ്ങൾക്ക്? കേൾക്കണം. അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല ശങ്കരമംഗലത്തത്. നിങ്ങളും ആ പെണ്ണും കൂടി എന്തോന്നായിരുന്നു ചെടിയിടയില്. പെണ്ണോ? നല്ല കഥേ. ഞാൻ എന്റെ വടി തപ്പായിരുന്നു. നിങ്ങളുടെ ഒരു വടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന ആള്. ഏത് പെണ്ണ് പോലും എന്റെ കണ്ണിന് തിമിരൊന്നും ബാധിച്ചിട്ടില്ല. ഞാനിതൊക്കെ കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട്. എന്റെ തലവട്ടം കണ്ടാ മതി ആ പെണ്ണിറങ്ങി ഓടാൻ തുടങ്ങും. അനാവശ്യം പറയരുത്. കാണിക്കാം, പറയരുതല്ലേ. കണക്കായി പോയി. ഇനി അഥവാ കാണിച്ചു തന്നെ വെക്ക. കണക്കായി പോയി. ഇങ്ങനെ തോന്നിവാസം കാണിക്കാനേ എന്നെ ഇവിടെ വിലക്ക് വാങ്ങിച്ചിട്ടിരിക്കൊന്നുമല്ല. 3 കുട്ടിയാനെ പുറത്ത് നിറച്ച് സ്വർണ്ണമായിട്ടാ ഞാനിവിടെ വന്നത്. അതും പലിശയും കണക്ക് തീർത്ത് തന്നിട്ട് തോന്നിവാസം കാണിച്ചോ? അതുവരെ പറ്റില്ല.